പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് നമുക്ക് ഈ വചനത്തെ ധ്യാനിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ധ്യാനിക്കുന്ന വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ യേശുവിൽ പ്രാർത്ഥിക്കുന്നു. വചനം ജീവനുള്ളതാണ്, വചനം ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വചനം ഒരു അത്ഭുതമായിട്ട് മാറും. വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതപ്പെട്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭക്തന്മാരാൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒരത്ഭുതമായിട്ട് മാറും. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ കഴിയുമെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ വിശ്വാസ ജീവിതയാത്ര ഒരിക്കലും ലജ്ജ ഉളവാക്കുന്നതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുൻപായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 വരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ യെരുശലേമിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ യാത്രയെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു മുൻപിൽ യാത്ര ചെയ്യുന്നു, യേശുവിന് പിൻപിലായിട്ട് ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നു. ശിഷ്യന്മാരെ അനുഗമിക്കുന്ന, യേശുവിനെയും ശിഷ്യന്മാരെ അനുഗമിക്കുന്ന ഒരു പുരുഷാരത്തെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാരും ഇവരെ പിൻപറ്റുന്ന ജനസമൂഹവും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം. വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഏവരും യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ യെരുശലേമിലും ശമരിയയിലും യഹൂദ്യയിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളുടെ സാക്ഷികൾ ആകും എന്നുള്ളതാണ്. ഒരു പ്രസംഗകനാകാൻ എളുപ്പമാണ്, ഒരു ഗായകനാകാൻ എളുപ്പമാണ്, എന്നാൽ ഒരു സാക്ഷിയാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോഴും ആ ലേഖനങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ആർജവത്തോടുകൂടെ ഉറപ്പോടുകൂടെ എഴുതിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായി തീർന്നിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായി തീരുവിൻ. അപ്പോൾ താൻ ആരെയാണ് അനുകരിക്കുന്നതെന്ന് തനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അനുകരിക്കുന്നതിൽ കൂടെ ഈ കൊരിന്ത്യ ദേശത്തിലെ ജനം യേശുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറും എന്ന് പൗലോസിനൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം പൗലോസ് അപ്പോസ്തലൻ അവിടെ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ജീവിച്ചത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് പകരക്കാരനായിട്ടാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. ഈ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന് പകരമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം പൗലോസ് അപ്പോസ്തലൻ
താൻ വിശ്വസിക്കുന്ന തൻ്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഒരു നല്ല പ്രസംഗകനേക്കാളും ഒരു നല്ല വർഷിപ്പ് ലീഡറെക്കാളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മേഖല എന്ന് പറയപ്പെടുന്നത് ഒരു നല്ല സാക്ഷിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സ്തെഫാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തെഫാനോസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അവൻ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അപ്പോൾ ലോകത്തിൽ വ്യത്യസ്തമായ മതത്തിൽ വിശ്വസിക്കുന്ന, ദൈവമുണ്ടെന്നും ദൈവമില്ലെന്നും വിശ്വസിക്കുന്ന ജനസമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നല്ല സാക്ഷ്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ യേശുവിനെ വിശ്വസിച്ച് അനുഗമിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ കാണാൻ പറ്റും. ഈ ശിഷ്യന്മാർക്ക് മുൻപിൽ നടക്കുന്നത് യേശുവാണ്. യേശുവിനെയാണ് ഇവർ പിൻപറ്റുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത്രയും വലിയ ഒരു സാക്ഷ്യ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും നമ്മുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു കൂട്ടം ദൈവഭക്തന്മാരെ രേഖപ്പെടുത്തിയിട്ട് അടുത്ത അധ്യായത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ മുൻപിൽ നിരത്തി വച്ചിരിക്കുന്ന സാക്ഷ്യ സമൂഹത്തെ പ്രതിപാദിക്കുകയും എന്നാൽ ആരെയാണ് നോക്കേണ്ടതെന്നും ആരെയാണ് അനുഗമിക്കേണ്ടതെന്നും പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് എബ്രായ സഭയോട് പറയുകയാണ്. നമുക്ക് മുൻപിൽ സാക്ഷ്യം പ്രാപിച്ച ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇവരൊക്കെ സാക്ഷ്യം പ്രാപിക്കുവാൻ കാരണം യേശുവാണ്. അവരുടെ വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. അവരുടെ വിശ്വാസത്തെ പൂർത്തിയാക്കിയത് യേശുവാണ്. പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനോട് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. എന്നാൽ ഈ പദം പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനോട് പറയുമ്പോൾ തന്നെ തന്നോടൊപ്പം ഓടിത്തുടങ്ങിയവരും തനിക്ക് മുൻപേ ഓടിത്തുടങ്ങിയവരും അനേകർ വിശ്വാസ ത്യാഗം സംഭവിച്ച് പകുതി വഴിയിൽ വെച്ച് ഓട്ടം നിർത്തിപ്പോയി. അനേകർ സത്യം വിട്ട് അകന്നുപോയി. അനേകർക്ക് വിശ്വാസ ത്യാഗം സംഭവിച്ചു. അനേകർ പ്രതിസന്ധികളിൽ വീണുപോയി. എന്നാൽ താൻ ഓട്ടം തികച്ചു എന്നും നല്ല പോർ പൊരുതി എന്നും പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, പൗലോസ് ഓടിയത് യേശുവിനെ നോക്കിയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ പ്രിയനെ, ഒരു ഡിനോമിനേഷനെ നോക്കിയോ ഒരു പ്രസംഗകനെ നോക്കിയോ നമ്മൾ ഓടുകയാണെങ്കിൽ ആ ഓട്ടം പൂർത്തിയാക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിനെ നോക്കിയാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം വിസ്മയമായിട്ട് മാറും. ഇവിടെ മീൻപിടുത്തം തൊഴിൽ വിട്ടിട്ട്, ചുങ്കപ്പിരിവ് വിട്ടിട്ട്, യേശുവിനെ വിശ്വസിച്ച് എല്ലാം ത്യജിച്ചിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ശിഷ്യന്മാർ. നമ്മൾ ഈ 32-ാം വാക്യത്തിന്റെ മുകളിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ മീൻപിടുത്തം തൊഴിലായിട്ട് ജീവിച്ചിരുന്ന ശീമോൻ ഉൾപ്പെടെയുള്ളവർ യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അവരാരും ലജ്ജിച്ചു പോയില്ല.
അവരാരും നിരാശപ്പെട്ടു പോയില്ല. അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളണം പ്രിയരെ, യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ, യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരെ മുൻപിൽ നടത്തിയിട്ട് യേശു പിൻപിൽ നടന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. യേശു മുൻപിൽ നടന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആ അധ്യായത്തിൽ 2 പ്രാവശ്യമാണ് യേശു കർത്താവ് അങ്ങനെ പറയുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ഒരു നല്ല ഇടയൻ എന്ന് പറയുന്നത് ആടുകളെ പിൻപിൽ നിന്ന് നയിക്കുന്നവനല്ല, മുൻപിൽ നിന്ന് നയിക്കുന്നവനാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും സർവശക്തനായ ദൈവം അവർക്ക് വഴികാട്ടിയായിട്ട് നടന്നു എന്ന് കാണുവാൻ പറ്റും. ഇവിടെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയനായ യേശു കർത്താവ് തന്നെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർക്ക് മുൻപിൽ നടക്കുകയാണ്. ആ മുൻപിൽ നടക്കുന്ന യേശു പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കുന്നു, അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ ഇവർ കാണുന്നു. ബൈബിൾ പറയുന്നു, ആമേൻ, അവർ വിസ്മയിച്ചു. അപ്പോൾ യേശുവിന്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യന്മാർ അവർ തന്നെ വിസ്മയിച്ചു പോകുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ പ്രിയരെ, ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആമേൻ, അവങ്കലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പോൾ പടകും വലയും ഉപേക്ഷിച്ചിട്ട്, എല്ലാം ത്യജിച്ചിട്ട്, തൊഴിൽ ഉപേക്ഷിച്ചിട്ട്, വരുമാന മാർഗങ്ങളെ കളഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ ചിലരൊക്കെ ഇറങ്ങിത്തിരിക്കുവാൻ കാരണം, ആമേൻ, യേശുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആമേൻ, വ്യർത്ഥമായ പൃഥു പാരമ്പര്യങ്ങളെ വിട്ട് നമ്മൾ യേശുവിന്റെ പിന്നാലെ ചെല്ലുവാൻ കാരണം യേശുവിലുള്ള വിശ്വാസത്താലാണ്. അങ്ങനെ സകലത്തെയും ത്യജിച്ചുകൊണ്ട് നമ്മൾ യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല പ്രിയരെ. നമ്മുടെ ജീവിതം ഒരു വിസ്മയമായിട്ട് മാറിപ്പോകും. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികൾ നമ്മെ വിസ്മയിപ്പിക്കും, നമ്മുടെ ചരിത്രങ്ങളെ മാറ്റി എഴുതും. രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വയലിൽ കാലപറക്കുന്ന ഒരു രൂത്തിനെ കാണുവാൻ പറ്റും. എന്നാൽ 4-ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ആ കാലപറക്കിയ അതേ വയലിന്റെ ഉടമസ്ഥയായിട്ട് മാറുന്ന രൂത്തിനെ നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. അപ്പോൾ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ പ്രിയരെ, എല്ലാം ത്യജിച്ചിട്ട്, ആമേൻ, പത്രോസിന്റെ ഒരു ജീവിത മേഖലയുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, യേശു കർത്താവ് നീ വരിക എന്ന് പറഞ്ഞപ്പോൾ ആഴിയെന്നോർക്കാതെ, ആഴിയുടെ ആഴങ്ങൾ ആരായാതെ പടകിൽ നിന്ന് ചാടി ഗലീല കടലിൽ ഇറങ്ങി വെള്ളത്തിന്റെ മീതെ നടന്ന് യേശുവിന്റെ മുൻപിലേക്ക് യാത്ര ചെയ്തു പോയ ആ പത്രോസിന്റെ ഒരു ധൈര്യമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അതേ വിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകരപ്പെട്ടത്. അങ്ങനെ യേശുവിന്റെ പിന്നാലെ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച നമ്മുടെ ജീവിതം ഒരിക്കലും പ്രിയരെ നിരാശപ്പെടേണ്ടി വരികയില്ല, ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. നിങ്ങളുടെ ജീവിതങ്ങളെല്ലാം വിസ്മയമായിട്ട് മാറിപ്പോകും. ഇന്ന് നിങ്ങൾ ഈ പാത തെരഞ്ഞെടുത്തത് കൊണ്ട്, യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് പലരും നിങ്ങളെ കളിയാക്കിയിരിക്കാം, പലരും നിങ്ങളെ നിന്ദിക്കുമായിരിക്കാം, പല മേഖലകളിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കാം. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചു പറയാം, നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല, നിങ്ങൾ നിന്ദിതരാകേണ്ടി വരികയില്ല. നിങ്ങളുടെ ജീവിതങ്ങൾ വിസ്മയമായി മാറും. ആമേൻ. 119-ാം സങ്കീർത്തനം അതിന്റെ 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ ഉത്തരം പറയുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ പ്രാപ്തനാക്കും. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പ്രിയരെ, നമ്മൾ എന്ത് കണ്ടിട്ടാ ഇറങ്ങിത്തിരിച്ചത്? സമൂഹത്തിൽ നമുക്ക് പാരമ്പര്യ വിശ്വാസത്തിനകത്ത് നിന്നപ്പോൾ നമുക്കൊരു ജനം നമ്മെ അംഗീകരിച്ചിരുന്നു, സഭ നമ്മെ അംഗീകരിച്ചിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ, ആ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ, ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ, ഇന്നലെ വരെ നമ്മെ അനുകൂലിച്ചവരൊക്കെ നമ്മെ ഇന്ന് ഒറ്റപ്പെടുത്തിയുമായിരിക്കാം. ഇന്നലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില നന്മകൾ നമ്മെ വിട്ട് മാറിയെന്നിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം പ്രിയരെ, ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പെറ്റമ്മ മറന്നാലും
ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കയില്ല, ഞാൻ നിന്നെ ഒരു നാളും മറക്കയില്ല. ഇത് നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. ആമേൻ. യേശു കർത്താവ് പറഞ്ഞൊരു പദമാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാനത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ പറയുകയാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നാളും നമ്മെ വിട്ട് മാറുന്നവനല്ല യേശു കർത്താവ്. നമ്മുടെ മുൻപിൽ യേശുവുണ്ട്. ആമേൻ. ഇസായിയുടെ പുത്രനായ ദാവീദ് ആടുകളെ മേയ്പ്പാൻ തക്കവണ്ണം കൂരിരുൾ താഴ്വരയിലോട്ട് പ്രവേശിക്കുമ്പോൾ ദാവീദ് വിളിച്ചു പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ മുൻപിൽ എപ്പോഴും എന്റെ ദൈവത്തെ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് കൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുകയാണ്, എന്റെ ഉള്ളം ഉല്ലസിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ പ്രിയരെ, നമ്മൾ ആരെയാണ് നോക്കി ഇറങ്ങിത്തിരിച്ചത്? ആമേൻ. അവൻ നമ്മെ വിട്ട് മാറുകയില്ല. നമ്മുടെ മുൻപിൽ യേശുവുണ്ട്. ആ യേശുവിനെ കണ്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ആമേൻ. നമ്മുടെ ജീവിതങ്ങളെല്ലാം വിസ്മയമായി മാറാൻ പോകുക. ഇന്ന് പകലിൽ ഒരു പ്രവചന ദൂത് പോലെ ഞാൻ കൈമാറുകയാണ്. വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ആരും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ ജീവിതം ഒരു വിസ്മയമായി മാറാൻ പോകുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഒരു വിസ്മയമായി മാറാൻ പോകുകയാണ്. നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങൾ ഒരു വിസ്മയമായി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഒരു വിസ്മയമായി മാറാൻ പോകുകയാണ്. കാരണം നിങ്ങൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചത് ഏതോ ഒരു പ്രസ്ഥാനത്തെയല്ല, ആമേൻ, ഏതോ ഒരു സമ്പദ്ഘടനയെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചതല്ല. ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. എന്റെ ദൈവം സൃഷ്ടാവാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് എന്റെ ദൈവം. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ് എന്റെ ദൈവം. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എന്റെ ദൈവം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കും. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ ദയനീയമായിരിക്കാം. സാമ്പത്തിക മേഖലകളൊക്കെ തകർന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുടുംബജീവിതം തകർന്നേൽക്കുന്ന വ്യക്തിയായിരിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ബിസിനസ്സിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റാതെ വണ്ണം ഭാരപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ഭാവി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. പക്ഷെ ഇന്ന് പ്രഭാതത്തെ ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുകയാണ്, ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക. ഈ യേശു കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ പൂർത്തിയാക്കുന്നവനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പ്രിയരെ, ആമേൻ, അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുൻപിൽ അബ്രഹാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദാവീദിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏലിയാവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നോഹയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം സാക്ഷ്യം പ്രാപിച്ചവരാണ്. പക്ഷെ ഇവരെ നോക്കി മുന്നോട്ട് പോകാനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇവർ നല്ല സാക്ഷ്യങ്ങളാണ്, ഇവർ നമുക്കൊരു മാതൃകയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം ഇവരെ ആസ്പദമാക്കിയല്ല, നമ്മുടെ യാത്ര ഇവരെ ആസ്പദമാക്കിയല്ല. ഇവരൊക്കെ സാക്ഷ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഇവരിൽ ഉളവാക്കപ്പെട്ട ഒരു ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നോക്കിയായിരിക്കണം നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഈ ശിഷ്യന്മാർ പിൻപറ്റുന്നത് യേശുവിനെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ വിസ്മയിച്ചു. കാരണം യേശുവിന്റെ വാക്കുകൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകൾ ആകർഷണമുള്ള വാക്കുകൾ എന്ന് പറയപ്പെടുന്നു. യേശുവിന്റെ വാക്കുകൾ അധികാരമുള്ള വാക്കുകൾ എന്ന് പറയപ്പെടുന്നു. ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ, ഒരു അധികാരി സംസാരിക്കുന്ന പോലെ അല്ല യേശു സംസാരിക്കുന്നത്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ഒരു വാക്ക് പോലും നമുക്ക് വിസ്മയമാണ്. കാരണം യേശുവിന്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം മാറുവാൻ. യേശുവിന്റെ ഒരു വാക്കിന് നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ പ്രിയരെ, യേശുവിന്റെ ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതം മാറുവാൻ. ശതാധിപനായ മനുഷ്യൻ എന്താ പറഞ്ഞത്? നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല, പക്ഷെ നിന്റെ ഒരു വാക്ക് മതി എന്റെ ദാസൻ സൗഖ്യമാകുവാൻ. കാരണം ഈ ശതാധിപൻ എന്ന് പറയുന്നത് ഒരു അധികാരമുള്ള മനുഷ്യനാണ്. ഈ അധികാരത്തെ അവൻ ഉപയോഗിക്കുമ്പോൾ, ആമേൻ, വരാൻ പറയുമ്പോൾ വരുന്നു, പോകാൻ പറയുമ്പോൾ പോകുന്നു. അപ്പോൾ അധികാരികളുടെ അധികാരിയായ യേശുക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അതോറിറ്റി എന്താണെന്ന്, ആമേൻ, ഈ ശതാധിപൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ദാസൻ സൗഖ്യമാക്കും. ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്നവരുണ്ടോ? ആമേൻ. യേശുവിന്റെ ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതം മാറുവാൻ. ആമേൻ. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിച്ച
മീൻപിടുത്തക്കാരുടെ ജീവിതം യേശു മാറ്റി എഴുതി. ചുങ്കക്കാരുടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. ഒറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ, യേശുവിന്റെ ശബ്ദത്തിൽ അവർ വിശ്വസിച്ചു. യേശുവിന്റെ ശബ്ദത്തെ അവർ കേട്ടു. ബൈബിൾ പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ എന്റെ ശബ്ദം കേൾക്കും. ആമേൻ. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, യേശുവിന്റെ ശബ്ദത്തിന് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റും. യേശുവിന്റെ ശബ്ദം എന്ന് പറയപ്പെടുന്നത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ദൈവശബ്ദത്തിന് അത്ഭുതങ്ങളെ ഉരുവാക്കുവാൻ കഴിയും. അപ്പോൾ യേശുവിന്റെ പിന്നാലെ നടക്കുന്ന ജനം ആശ്ചര്യപ്പെടുകയാണ്, വിസ്മയപ്പെടുകയാണ്. കാരണം അവർ കൺമുമ്പിൽ കാണുകയാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. ഇന്ന് വരെ അവർ ജീവിതത്തിൽ കാണാത്തത് അവർ കാണുകയാണ്. ഞാൻ ഈ ഒരു പദത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചനാത്മാവിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പ്രവചിച്ചു പറയാം, ഇതുവരെ നിങ്ങളുടെ കണ്ണ് കാണാത്ത ചില കാഴ്ചകളെ ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചു, സുവിശേഷം കേട്ടു, നിങ്ങൾ വിശ്വസിച്ചു, ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, വേദനകൾ മാറുന്നില്ല, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറുന്നില്ല. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. ഇത് നിങ്ങളുടെ ദിവസമാണ്, ഇത് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന ദിവസമാണ്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പോലും ഒരു വിസ്മയമാക്കി മാറ്റുന്ന ഒരു ദിവസമാണ്. ഇവിടെ ഒരു മാതൃക നമുക്ക് കാണുവാൻ പറ്റും. മുൻപിൽ നടക്കുന്ന യേശു, യേശുവിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ശിഷ്യന്മാർ, ശിഷ്യന്മാരുടെ പിൻപിൽ അണിനിരക്കുന്ന ഒരു സമൂഹം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത് പോലെ നമ്മെ വീക്ഷിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ പിറകിൽ നിൽപ്പുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തി, നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃകയുള്ള കാൽച്ചുവട് യേശു വച്ചേച്ചു പോയി. അപ്പോൾ ആ കാൽച്ചുവടുകളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. നമുക്ക് ജീവിപ്പാൻ, നമുക്ക് നടക്കുവാൻ, നമുക്ക് ഫോളോ അപ്പ് ചെയ്യുവാൻ നല്ലൊരു മാതൃക യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയരെ, നാം മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. നമ്മുടെ ജീവിതം അവർ വീക്ഷിക്കുകയാണ്. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പേര് വിളിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ലോകം വീക്ഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ ലോകം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. അവരുടെ മുൻപിൽ നമ്മളൊരു സാക്ഷികളായിട്ട് മാറണം. യേശുവിന്റെ പ്രതിബിംബങ്ങളായിട്ട് നമുക്ക് മാറുവാൻ കഴിയണം. നമ്മെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കുന്നവരെ പോലെയാകണം. നമ്മെ കാണുന്നവർ യേശുവിനെ കാണുന്നവരെ പോലെയാകണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന് പകരക്കാരനായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതായിരിക്കണം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രതിബിംബങ്ങളായിട്ടാണ്. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം സ്നാനമേറ്റിരിക്കുന്ന നാം ഏവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന കവചത്തെയാണ്. ഈ ക്രിസ്തുവാകുന്ന കവചത്തെയാണ് ലോകം കാണേണ്ടത്. നമ്മിൽ കൂടെ ക്രിസ്തുവിനെ ലോകം കാണണം. നമ്മുടെ ഓരോ പ്രവർത്തികളിൽ കൂടെ ഈ ലോകം കാണണം. നമ്മുടെ ജീവിതം അവർക്കൊരു മെസ്സേജ് ആയിട്ട് മാറണം. ഒരു നല്ല സാക്ഷ്യമുള്ള ജീവിതം കാഴ്ചവെപ്പാൻ നമ്മൾ തയ്യാറാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശു നമുക്ക് നല്ലൊരു മാതൃകയാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കുവാൻ തക്കവണ്ണം ഒരു നല്ല മാതൃക നമുക്ക് യേശുവിൽ കാണാൻ പറ്റും. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മിൽ ഒരുവനെ പോലെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പാപം ഒഴികെ ബാക്കി സകലത്തിലും നമ്മിൽ ഒരുവനെ പോലെ ഈ ലോകത്തിൽ ജീവിച്ചു. കഷ്ടതകളിൽ കൂടി കടന്നുപോയി, വേദനകളിൽ കൂടി കടന്നുപോയി, പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. ഒരു സാധാ മനുഷ്യനെ പോലെ ആമേൻ, വേഷത്തിൽ മാത്രമല്ല ജീവിതത്തിലും തന്നെത്താൻ വിളങ്ങി സകല കഷ്ടതകളിൽ കൂടി കടന്നുപോയി. അവിടെ പൗലോസ് പറയുകയാണ്, ആ യേശുവിനെ നിങ്ങൾ നോക്കണം. പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ വെളിപ്പെടുത്തിയ ആ ഹിതം നിറവേറുവാൻ തക്കവണ്ണം
തന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ പ്രിയരെ? അപ്പൻ മകനെ സ്നേഹിച്ച സ്നേഹത്തെ മകൻ തിരിച്ചറിഞ്ഞു. അതേ സ്നേഹത്തെ, താൻ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ അതേ സ്നേഹത്തെ അവൻ തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേലും പകരുകയാണ്. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കുക പ്രിയരെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ ജീവിതത്തിൽ രുചിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് കൈമാറുവാനും യേശു തയ്യാറായിരുന്നു. ആമേൻ. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിയുവാനും അത് നിറവേറുവാൻ തക്കവണ്ണം തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതും യേശുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. എങ്ങനെയാണ് പ്രിയരെ അതിലോട്ട് പ്രവേശിക്കപ്പെട്ടത്? അവിടെ പറയുന്നു, തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി യേശു കർത്താവ് തന്നെ തന്നെ പൂർണ്ണമായി അവിടെ സമർപ്പിക്കുകയാണ്. അപമാനത്തെ അലക്ഷ്യമാക്കുകയാണ്, ക്രൂശിനെ സഹിക്കുകയാണ്. അപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കിയും ക്രൂശിനെ സഹിച്ചും പിതാവായ ദൈവം വിധിക്കുന്ന സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിപ്പാൻ തക്കവണ്ണം അവൻ യോഗ്യനായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈതലേ, നിത്യതയുടെ മധ്യത്തിൽ ആമേൻ പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനോടൊപ്പം ദൂത സൈന്യത്തോടൊപ്പം നിൽപ്പാൻ തക്കവണ്ണം ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ട നാമും അതിൽ എത്തുവോളം നല്ല സാക്ഷ്യമുള്ളവരായി ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. യേശുവിനെ പിൻപറ്റുക. ആമേൻ. യേശുവിനെ വിശ്വസിക്കുക. നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. നമ്മൾ കേട്ട സുവിശേഷം നമുക്ക് അനുഗ്രഹമായി മാറും. നമ്മുടെ വിശ്വാസം നമുക്ക് നന്മയായിട്ട് മാറും. ഇന്ന് പകൽക്കാലം ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് കൈമാറുകയാണ്. കാരണം ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഇവർ യേശുവിനെ വിശ്വസിച്ചിറങ്ങി തിരിച്ചവരാണ്. ഇവർ ലജ്ജിച്ചു പോകാൻ ഇടവരുത്തരുത്. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ ഒരു നന്മയായി മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 ഈ പ്രോഗ്രാം നമ്മുടെ ഹാർവസ്റ്റ് ടി വിയിൽ കാണാൻ പറ്റും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് നമ്മെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.